കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെ തല ഉയർത്തി നിൽക്കുന്ന ഫീനിക്സ് ബാർ. ബാറിനകത്തെ പബ്ബിൽ നാദടപ്പിക്കുന്ന സംഗീതത്തിനൊപ്പം ജീവിതം ഒരു മധുചഷകം പോലെ ആഘോഷിക്കുന്ന യുവത്വം ഇളകി മറിയുകയാണ്. യുവാക്കളും യുവതികളും അടങ്ങുന്ന വലിയൊരു സംഘം ഡിസ്കോ ഗാനത്തിനും മിന്നിത്തിളങ്ങുന്ന ബൾബുകൾക്കുമൊപ്പം ചുവടുകൾ വയ്ക്കുന്നു. ഷോട്ട് പ്ലീസ്, നിന്റെ ചേച്ചിയില്ലേ ഞാൻ? എനിക്കൊരു കമ്പനി തരാൻ പറഞ്ഞ നിനക്ക് വയ്യല്ലേ? അതല്ല ചേച്ചി, എനിക്കിതൊന്നും ശീലല്ല. അതുകൊണ്ടാ നമുക്ക് തിരിച്ചു പോകുമ്പോ പ്ലാസയിൽ കയറി ബിരിയാണി കഴിക്കാം. എൻ്റെ കൂടെ ഒരു ഷോട്ട് അടിച്ചാൽ എൻ്റെ കൂടെ ബിരിയാണി കഴിക്കാൻ ഞാൻ വരും. പ്ലീസ്, ഇവിടെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാത്ത നീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതങ്ങുള്ളിൽ ചെന്നാൽ പിന്നെ സ്റ്റെപ്പ് വയ്ക്കാൻ വല്ലാത്തൊരു എനർജി ആയിരിക്കും. കാതടപ്പിക്കുന്ന DJ സംഗീതത്തിനൊപ്പം ഡാൻസ് ചെയ്ത് തളർന്നു നിൽക്കുകയായിരുന്ന ആതിരയും സഹോദരി അനന്യയും തമ്മിലുള്ള തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ മദ്യപിക്കാത്തതിന്റെ പരിചയക്കുറവുള്ളതുകൊണ്ട് അനന്യയുടെ ഓഫർ സ്വീകരിക്കാൻ ആതിരയ്ക്ക് മടിയുണ്ടായിരുന്നു. പക്ഷേ അനന്യ അവളെ വിടാൻ ഭാവമില്ലായിരുന്നു. പ്ലീസ് ബേബി, ഇത് ഒറ്റ ഷോട്ട് മതി. ഇത് ഫ്രൂട്ട് ജ്യൂസാണ്, 3/4 ഭാഗവും പേനൊരു ഇത്തിരി വോഡ്ക, അത്രേ ഉള്ളൂ. നീ ഇതൊന്ന് കുടിച്ചു നോക്കിയേ, ഇല്ലെങ്കിൽ നിന്നോട് ഞാൻ ഇനി മിണ്ടില്ല. സഹോദരി പിണങ്ങിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കിയതോടെ വിഷണ്ണമായ മുഖഭാവത്തോടെ ആതിരയെ ഗ്ലാസ് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു. മുഖം ചുളിച്ചുകൊണ്ട് അവൾ ആ ഡ്രിങ്ക് കുടിച്ചിറക്കിയ ശേഷം 2 നിമിഷം കണ്ണുകളടച്ച് വിരലുകൾ ചുരുട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. ഇല്ല, ഒന്നും സംഭവിക്കുന്നില്ല. ആതിര പതുക്കെ കണ്ണുകൾ തുറന്ന് അനന്യയെ നോക്കി ചിരിച്ചു. അത് കാത്തു നിൽക്കുകയായിരുന്ന അനന്യ ഒരു പൊട്ടിച്ചിരിയോടെ അവളോട് പറഞ്ഞു, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ പൊളി വൈബായിരിക്കും മൊത്തത്തില്. നീ വാ, ഡാൻസ് ചെയ്യാം. സഹോദരിയോടൊപ്പം കൈകോർത്ത് അതിവേഗത്തിൽ ചുവട് വെച്ചുകൊണ്ടവൾ ഡാൻസിംഗ് ഏരിയയിലേക്ക് നീങ്ങി. സ്മോക്കും തലമരവിപ്പിക്കുന്ന സംഗീതവും കൊണ്ട് ഡാൻസിംഗ് ഏരിയ ആകെ ഇളകി മറിയുകയായിരുന്നു. ആണും പെണ്ണുമടക്കം കെട്ടിപ്പുണർന്ന് അതിവേഗത്തിൽ ചുവടുകൾ വെക്കുന്നു. അവരോടൊപ്പം ചേർന്ന് ആതിരയും അനന്യയും ഒരുമിച്ച് മനോഹരമായി വെസ്റ്റേൺ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. How do you feel now? കേട്ടല്ലേ? Yeah, I feel something special. Exactly. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വെറും ഫ്രൂട്ട് ജ്യൂസ് തന്നെയാണ്. ജ്യൂസിനോടൊപ്പം വളരെ ചെറിയ അളവിൽ വോഡ്ക കലരുമ്പോൾ ബോഡി ഫുൾ റിലാക്സ് ആവും. അനന്യ പറഞ്ഞത് ശരിയാണെന്ന് ആതിരയ്ക്ക് തോന്നി. ഇത്രയും സമയം ഉള്ളതുപോലെയല്ല, ഇപ്പൊ വല്ലാത്തൊരു ഹാപ്പിനെസ് തോന്നുന്നു. അവളൊരു ചിരിയോടെ അനന്യയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, നല്ല രസം. ഒരു 3 ഷോട്ട് കൂടി അടിച്ചാലാണ് മോളെ ശരിക്കും രസം. ഹേയ്, അതൊന്നും വേണ്ട, ഇത് മതി. ഇപ്പൊ ഞാൻ ഓക്കെയാ. ഒരു സർപ്രൈസ് ഉണ്ട് നിനക്ക്. ഈ ജീവിതത്തിൽ നീ ഏറ്റവും ഹാപ്പി ആവുന്ന ഒരു സർപ്രൈസ്. അത് വേണ്ട നിനക്ക്? അനന്യ ശബ്ദമുയർത്തി ചോദിച്ചപ്പോൾ കൗതുകത്തോടെ ആതിര അവളോട് പറഞ്ഞു, എന്ത് സർപ്രൈസ് ആണെന്ന് ആദ്യം പറ, എന്നിട്ട് നോക്കാൻ ബാക്കി. ഹേ, അങ്ങനെ പറയില്ല. ആദ്യം 3 ഷോട്ട്, സർപ്രൈസ് പുറകെ വരും. നീ ഒരിക്കലും മറക്കാത്ത സർപ്രൈസ്. ആതിരയുടെ മനസ്സിലപ്പോൾ ജിതിന്റെ മുഖമാണ് തെളിഞ്ഞു വന്നത്. അവൾ പ്രണയാർദ്രമായ മുഖഭാവത്തോടെ മോതിരവിരലിൽ തിളങ്ങുന്ന ഡയമണ്ട് റിങ്ങിലേക്ക് നോക്കി. മാസങ്ങൾക്ക് മുൻപ് അവൻ വിരലിൽ മോതിരം അണിയിച്ച മുഹൂർത്തമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. ഈ ജീവിതത്തിൽ അവൾ ഏറ്റവും സന്തോഷവതിയാകുന്ന സർപ്രൈസ് അവന്റെ സാമീപ്യമല്ലാതെ മറ്റെന്താണ്? ഉള്ളിലെ ആഹ്ലാദം മറച്ചു വെക്കാനാവാതെ അവൾ അനന്യയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, സത്യം പറ, ജിത്തോട്ടം വരുന്നുണ്ടോ? അതൊന്നും ഇപ്പൊ പറയൂല മോളെ. നീ ആദ്യം ഞാൻ പറഞ്ഞതനുസരിക്ക്, എന്നിട്ട് ആലോചിക്കാം. അപ്പോ ജിത്തോട്ടനും കൂടെ അറിഞ്ഞോണ്ടാണ് ഇത്? അവളുടെ ചോദ്യത്തിന് അനന്യയിലൊരു ചിരി മാത്രമായിരുന്നു മറുപടി. അതോടെ ഒന്നിനു പുറകെ ഒന്നായി അനന്യ നീട്ടിയ 3 ചെറിയ ഗ്ലാസ്സിലെ വോഡ്ക മിക്സ് ആതിര കഷ്ടപ്പെട്ട് കുടിച്ചിറക്കി. മിടുക്കി, സർപ്രൈസ് ഇപ്പൊ തരാം കേട്ടോ. അനന്യ ആർത്ത് വിളിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന സജിയുടെയും കൂട്ടുകാരുടെയും കൂടെ ചേർന്ന് ചുവട് വെച്ച് തുടങ്ങിയിരുന്നു. ആതിര കുറച്ചു നിമിഷങ്ങൾ അവിടെ തന്നെ നിന്നു.
ഹൂക്കയിൽ നിന്നുള്ള വല്ലാത്ത ഗന്ധം നിറഞ്ഞ പുക അവളെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കൂടി കടന്നുപോയതോടെ ആതിരയ്ക്ക് തലയിൽ വല്ലാതെ മത്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഒരാശ്രയത്തിനു വേണ്ടി അവൾ ടേബിളിൽ പിടിച്ചു നിന്നുകൊണ്ട് അനന്യയ്ക്ക് നേരെ കൈനീട്ടി. ഡാൻസ് ചെയ്യുന്നതിനിടയിൽ അത് കാത്തുനിന്നതുപോലെ അനന്യ ഓടി അവളുടെ അടുത്തെത്തിയ ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി? അറിയില്ല, എന്തൊക്കെയോ വല്ലാതെ തോന്നുന്നു. സ്വപ്നം കാണുന്നത് പോലെ ആളുകളൊക്കെ മാഞ്ഞു പോന്നു. ഇത്രേ ഉള്ളൂ. ശരി, ഇത്ര താ ഒന്ന് നാക്ക് നീട്ടിക്ക്. എന്തിനാ? മദ്യപിച്ചതിന്റെ കെട്ടിറങ്ങാനുള്ള ചെറിയൊരു മരുന്നാണ്. ആതിര പെട്ടെന്ന് തന്നെ നാക്ക് നീട്ടി. ശ്രദ്ധയോടെ കയ്യിലുള്ള ചെറിയൊരു സ്റ്റാമ്പ് പോലുള്ള സ്റ്റിക്കർ അനന്യ അവളുടെ നാവിനടിയിലേക്ക് ഒട്ടിച്ചു. അതിമാരകമായ മയക്കുമരുന്നാണ് അതെന്ന് ആതിര തിരിച്ചറിഞ്ഞില്ല. കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിൽക്കാൻ പോലും കഴിയാത്ത വിധം അവൾ കുഴഞ്ഞു തുടങ്ങിയിരുന്നു. അതിന് കാത്തു നിന്നതുപോലെ വീഴാൻ ആഞ്ഞു നിൽക്കുന്ന അവളുടെ മുന്നിലേക്ക് കുറച്ച് പേപ്പറുകൾ നീട്ടിക്കൊണ്ട് അനന്യ പറഞ്ഞു, നിന്റെ ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ഓട്ടോഗ്രാഫ് കൊടുത്തേ. അനന്യ നീട്ടിയ പേപ്പറുകളിൽ സൈൻ ചെയ്യുമ്പോൾ ആതിര അടഞ്ഞു പോകുന്ന കൺപോളകൾ വലിച്ചു തുറന്ന് ചുറ്റും കൂടി നിൽക്കുന്നവരിൽ അവളുടെ ആരാധകരെ തിരയുകയായിരുന്നു. ആരൊക്കെയോ ഒരു നിഴൽ പോലെ ചുറ്റും മിന്നിമായുന്നത് ഒരു സ്വപ്നം പോലെ കാണാമെന്നല്ലാതെ അതാരാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവശേഷിച്ച ശക്തിയും ചോർന്നു പോകുന്നതിനു മുൻപ് അവൾ അനന്യയോട് ചോദിച്ചു, എന്താ സർപ്രൈസ്? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. കമോൺ ബേബി, തന്റെ സർപ്രൈസ് എന്നെയും കാത്തിരിക്കുന്നുണ്ട്. അത് ജിതിൻ തന്നെയാകുമെന്ന ചിന്തയിൽ ആതിരയുടെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. കുഴഞ്ഞു പോകുന്ന കാലുകൾ പെറുക്കി വെച്ച് ചുവരിൽ പിടിച്ച് വീഴാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ അനന്യയുടെ പുറകെ പുറത്തേക്കിറങ്ങി. പബ്ബിനോട് ചേർന്നുള്ള ഹോട്ടൽ ഗ്രാൻഡ് പാലസിന്റെ റിസപ്ഷനിലേക്കാണ് അനന്യ അവളെ താങ്ങിയെടുത്ത് കൊണ്ടുപോയത്. റിസപ്ഷനിലേക്ക് ആതിരയെ കയറ്റിവിടുന്നതിന് മുൻപ് അനന്യ അവളുടെ ചെവിയിൽ ചെറുതായി മന്ത്രിച്ചു, ആതിര, റൂം നമ്പർ 309 എന്ന് മാത്രം റിസപ്ഷനിൽ പറഞ്ഞാൽ മതി. നിന്റെ സർപ്രൈസ് അവിടെ ഉണ്ട്. അനന്യ ഡാൻസിംഗ് ഏരിയയിലേക്ക് തന്നെ തിരിഞ്ഞു ഓടിയതോടെ ആതിര തളർന്നു പോകുന്ന കാലുകൾ പെറുക്കി വെച്ച് ആടിയാടി മുന്നോട്ട് നടന്നു. എക്സ്ക്യൂസ് മീ, ഐ ആം ആതിര, റൂം നമ്പർ 309. വെൽക്കം മാം, 3rd ഫ്ലോറിലാണ് നിങ്ങളുടെ മുറി. ഓക്കെ. ലിഫ്റ്റിലേക്ക് ആടിയാടി ചെന്ന് കയറിയ അവൾ 3rd ഫ്ലോറിൽ തന്നെ കൃത്യമായി ചെന്നിറങ്ങിയെങ്കിലും നിരന്നു നിൽക്കുന്ന ഒരേ ഭംഗിയിലുള്ള സ്യൂട്ട് റൂമുകളുടെ വാതിലുകൾ കണ്ട് അവളൊന്ന് പകച്ചു. റൂം നമ്പർ 306. അതെ, 306 തന്നെ. കൺമുമ്പിൽ തെളിഞ്ഞു കണ്ട 306 എന്ന നമ്പറിനു താഴെയുള്ള കോളിംഗ് ബെല്ലിൽ അവൾ തുടർച്ചയായി വിരൽ അമർത്തി പിടിച്ചു. പക്ഷെ ആരും വാതിൽ തുറന്നില്ല. റൂം മാറിയെന്ന് തോന്നുന്നു എന്ന് മന്ത്രിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാനൊരുമ്പിട്ട ആതിരയുടെ പുറകിൽ ഒരു നിമിഷം കൊണ്ട് ആ സ്യൂട്ട് റൂമിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും കരുത്തുറ്റ 2 കരങ്ങൾ അവളെ വലിച്ചകത്തേക്കെടുക്കുകയും ചെയ്തു. കഴിഞ്ഞുപോയ നിമിഷങ്ങൾക്ക് സാക്ഷിയായി ആ ഇരുണ്ട കോറിഡോർ മാത്രം നിശ്ചലമായി നിശബ്ദതയിൽ അമർന്നു കിടന്നു. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.